ഈ കൂട്ടിയിട്ടുള്ളത് നെല്ലാണ് കേട്ടോ. തഞ്ചാവൂര് പാടശേഖരങ്ങളിൽ നിന്നും കൊയ്ത് മെതിച്ചെടുത്തിട്ടുള്ള നെല്ലാണത്. കാക്കകളൊക്കെ ആവശ്യം പോലെ തിന്നു പോകുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പാടശേഖരങ്ങളിലൊക്കെ പണ്ടിതുപോലെ നെല്ല് കൂട്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുട്ടനാടും പാലക്കാടും മാത്രമായിട്ട് തുടങ്ങി. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ നെൽക്കൂമാരങ്ങൾ സമൃദ്ധിയായിട്ടുള്ള കാഴ്ചകളായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. ഈ കൂട്ടിയിട്ടുള്ളത്, ഈ പായിട്ട് മൂടിയിട്ടുള്ളത് മുഴുവൻ നെല്ലാണ്. ഇതിപ്പോൾ പൂണ്ടിയാണ്. പൂണ്ടി മാതാ ബസലിക്ക ദേവാലയത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഈ നെല്ല് കൂട്ടിയിട്ടുള്ളത്. ഇതൊക്കെ കർഷകരാണ്. ഇതൊക്കെ ചാക്കിലാക്കി ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മളെ ഇവിടുന്ന് കയറ്റി നമ്മുടെ നാട്ടിലേക്ക് അരിയായിട്ട്, നല്ല അരിയായിട്ട് എത്തും. നല്ല അരി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിഷൊക്കെ ചെയ്തിട്ടുള്ള അരിയൊക്കെ ആയിരിക്കും ആവുക. ഒക്കെ നെല്ലാണ്. ഇതിൻ്റെ പുറകിൽ കാണുന്നതൊക്കെ നെൽപ്പാടങ്ങളാണ്. നമ്മൾ വേളാങ്കണ്ണിയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ, ഈ തഞ്ചാവൂർ മേഖലയിൽ വരുമ്പോൾ ഒരുപാട് കൃഷിസ്ഥലങ്ങൾ, നെൽപ്പാടങ്ങൾ കാണാൻ പറ്റും. അവിടെ നിന്ന് കൊയ്ത് മെതിച്ച് വെച്ചിട്ടുള്ള നെല്ലാണിത് മുഴുവൻ. ഇതുപോലെയുള്ള കാഴ്ച കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പോയി. ഇപ്പോൾ തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഈ സ്ഥലങ്ങളിൽ മാത്രമായിട്ട് അവശേഷിച്ചു ഈ കാഴ്ചകളൊക്കെ. ഈ കൂട്ടിയിട്ടിരിക്കുന്നത് മുഴുവൻ നെല്ലാണ്. ഇവിടെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പണ്ട് കാലത്തൊക്കെ കണ്ടിരുന്നൊരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പണ്ട് സ്ഥിരമായിട്ടുണ്ടായിരുന്ന കാഴ്ചകളാണതൊക്കെ. ഇപ്പോൾ അതൊന്നും കാണാനില്ല. ഞങ്ങളുടെ വീടുകളിലൊക്കെ ഇതുപോലെ അമ്മച്ചിമാർ നെല്ല് പതിര് പാറ്റിയിരുന്ന കാലങ്ങളായിരുന്നു, ഒരു 30 വർഷം മുമ്പൊക്കെ. ഇപ്പോൾ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലൊക്കെ മാത്രമായിട്ട് ചുരുങ്ങിയത്. കൂടുതലും ഇപ്പോൾ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഈ പണിയൊക്കെ ചെയ്യണത്. പക്ഷേ ഇവിടെ அதெல்லாம் பிரச்சனை கிடையாது அம்மா, பண்ணுங்க பரவாயில்ல. അതെ, ഈ പതിര് പാറ്റുമ്പോൾ ഞാൻ കാറ്റിനെ എതിര് വെച്ചപ്പോഴേ എൻ്റെ മേത്ത് പൊടിയാവുന്ന പറയണേ. അത് പ്രശ്നം கிடையாதுக்கா. ഇത് நம்ம வீட்டிലുള്ള இந்த வேலை பண்ணிக்கிட்டே இருந்தது வருஷங்களுக்கு முன்னாடி. இப்போ அதெல்லாமே முடிஞ்சு போச்சு. இப்போ இங்கே இருந்தெல்லாம் அரிசி வரணும் நம்ம ஊருக்கு. அதெல்லாம் நம்ம இதெல்லாம் இந்த வேலையெல்லாம் பண்ணிக்கிட்டே இருந்தது. ഇതൊക്കെ വീട്ടിൽ നാട്ടിലെ ഈ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം, അരി എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത്. ഇപ്പോൾ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അരി എങ്ങനെ ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയാം ഏതെങ്കിലും മരത്തുമെന്നൊക്കെ പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ടാക്കണമെന്ന് പറയും. അനേക നാളത്തെ പരിശ്രമത്തിൻ്റെയും പങ്കപ്പാടിൻ്റെയും ഫലമായിട്ടാണ് നമ്മൾ ഒരു നേരം കഴിക്കാനുള്ള അരി നമ്മുടെ വീടുകളിൽ എത്തണേ. എന്തെല്ലാം പ്രോസസ്സ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊരു അപൂർവ കാഴ്ച തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അന്യം നിന്ന് പോയ കാഴ്ചയാണ് ഇതൊക്കെ. ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വരണം.